നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മൾ വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ ബേസിക് യൂണിറ്റ് എടുക്കുന്നത് കോൽ കണക്കാണ്. 24 അങ്കുലം ചേരുന്നതാണ് ഒരു കോൽ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ 16 കോല് 8 അങ്കുലം, അല്ലെങ്കിൽ 17 കോല് 20 കോല് 8 അങ്കുലം, ഇങ്ങനെയാ നിങ്ങൾ പ്ലാൻ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഈ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് കുറേ പ്ലാൻ കിടപ്പുണ്ട്. ഈ 24 അങ്കുലമാണ് ഒരു കോലെന്ന് ഞാൻ പറഞ്ഞു. 8 യവമാണ് ഒരങ്കുലം. ഇനി അതിന് താഴോട്ട് ഒരുപാട് യൂണിറ്റുകളുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ചാൽ, കേരളത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു കോലിൻ്റെ സെൻറ്റിമീറ്ററുമായുള്ള ബന്ധം. അപ്പോൾ നമ്മൾ പൊതുവെ എടുക്കുന്നത് ഒരു കോൽ സമയം 72 സെൻറ്റിമീറ്റർ എന്ന കണക്കാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. കണ്ണൂർ ഭാഗത്ത് 71 സെൻറ്റിമീറ്ററാണ് ഒരു കോൽ. ഇനി തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം ഈ ഭാഗങ്ങളിലൊക്കെ 72 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ നമ്മൾ കോമൺ എടുത്തിരിക്കുന്ന അളവ് 72 സെൻറ്റിമീറ്ററാണ്. കോട്ടയത്താണെങ്കിൽ 72.6 ആണ്. അതുപോലെ ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ ഈ ഭാഗങ്ങളിൽ 73 സെൻറ്റിമീറ്ററാണ് ഒരു കോൽ. ആറന്മുള 73.33, കായംകുളം 73.66, കൊല്ലം 74 സെൻറ്റിമീറ്റർ, തിരുവനന്തപുരം 75 സെൻറ്റിമീറ്റർ. ഈ വ്യത്യാസം വരാൻ കാരണം എന്ന് വെച്ചാൽ, യവം എന്ന് പറയുന്നത് എള്ള് പോലുള്ളൊരു വസ്തുവാണ്. 8 യവം ചേരുമ്പം ഭൂപ്രകൃതി മാറുമ്പം ഇതിൻ്റെ വലിപ്പ വ്യത്യാസം വരും. ഇല്ലെങ്കിൽ 4 നവരനെല്ല് നീളത്തിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഒരളവാണ് ഒരങ്കുലം എന്ന് പറയുന്നത്. ഈ ഭൂപ്രകൃതി മാറുമ്പം ദേശകാല വ്യത്യാസം അനുസരിച്ച് ഇവയുടെ വലിപ്പ വ്യത്യാസം വരും. ആ വലിപ്പ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഈ ചെറിയ വ്യത്യാസം വരുന്നത്. ഇനി വേറൊരു രസകര കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പം 24 അങ്കുലമാണ് ഒരു കോൽ എന്ന് പറഞ്ഞു. ആ കോലിൻ്റെ പേര് കിഷ്കു എന്നാണ്. 25 അങ്കുലമുള്ള കോലിൻ്റെ പേര് പ്രജാപത്യം, 26 അങ്കുലമുള്ളത് ധനുർമുഷ്ടി, 27 അങ്കുലമുള്ളത് ധനുഗ്രഹം, 28 അങ്കുലമുള്ള പ്രാച്യം, 29 വൈദേഹം, 30 വൈപുല്യം, 31 പ്രകീർണം. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾ കോൽ കണക്കുകളുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ 8 എള്ളിൻ്റെ മണി ചേരുന്നത് ആണ് ഒരു അങ്കുലം എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ 7 ആണെങ്കിൽ അത് മധ്യമമാണ്, 6 ആണെങ്കിൽ അധമമാണ്. അതുപോലെ 4 നെവരൽ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കോലാണ്, ഒരു അങ്കുലമാണ്. അത് 3 ആണെങ്കിൽ മധ്യമം, 2 ആണെങ്കിൽ അധമമാണ്. അപ്പോൾ വ്യത്യസ്തമായ അളവുകൾ മനസ്സിലാക്കി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രദേശത്തും കോലളവ് മാറുകയാണെങ്കിൽ വാസ്തുവിദ്യയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ അളവുകൾ ശരിക്ക് തിയറി ഓഫ് പ്രൊപ്പോർഷനാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ അളവാണെങ്കിൽ പോലും ഈ അളവിലാണ്, ഇപ്പം 72.6 ഒരു കോൽ എന്ന അളവിലാണ് ഉത്തമം, മധ്യമം, അധമം കണക്കുകൾ വരുന്നത്. അതിൽ തന്നെയാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ കണക്ക് വരുന്നത്. ആ തിയറി ഓഫ് പ്രൊപ്പോർഷനാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുവിദ്യയിലെ കണക്കിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ മാറിക്കാണെന്ന് കരുതുന്നു. പുതിയ അറിവുമായി വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.